ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ജോയലൻ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ 100 മാർക്ക് ആക്കിയതിനു ശേഷമുള്ള പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ കുറെ അധികമൊക്കെ എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കുറച്ച് സെയിം ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച് ചെയ്യുക എന്ന് ചോദിച്ചാൽ, സാധാരണ കുട്ടികളൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒരു ബുക്കിലെ പേപ്പറിൽ എഴുതുന്നു, പഠിക്കുന്നു, അല്ലെ, കഴിഞ്ഞു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തേ പോകുന്നുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മതി, അങ്ങനെ വേണം പഠിക്കാൻ. ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ച് മുൻപോട്ട് പോകാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലെ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ഏതാണ്? NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. അപ്പൊ ഇവിടെ പറയുന്നത് NCDC ആക്ടിനെ കുറിച്ചാണ് അല്ലെ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. എന്താണ് NCDC എന്ന് പറഞ്ഞാല്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇറ്റ്സ് എ കോർപ്പറേഷൻ, നോട്ട് കോർപ്പറേഷൻ, ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ. അപ്പൊ NCDCയുടെ നിയമം അല്ലെങ്കിൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആക്ട് പാസ്സായത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു 1963, ഓപ്ഷൻ ബിയിൽ പറയുന്നു 1962, ഓപ്ഷൻ സിയിൽ പറയുന്നു 1961 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1960. ഇപ്പൊ NCDC നിയമം പാസ്സായ വർഷം ഏതാണ്? 63 ആണോ, 62 ആണോ, 61 ആണോ, 60 ആണോ? ഏതാണ് മക്കളെ? ഏത് വർഷമാണ്? 1962 NCDC നിയമം പാസ്സാകുന്നത് അല്ലെ. NCDCയുടെ നിയമം പാസ്സാക്കുന്നത് 1962. നമ്മൾ ആദ്യം തന്നെ പഠിക്കണം, NCDC എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് അല്ലെ. നാഷണൽ, ഓർത്ത് വെച്ചേക്കുക, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. NCDC പഠിച്ചല്ലോ, എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC ഫോം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, NCDC ആക്ട് അല്ല, NCDC എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് 13/3/1963. ഇത് PYQ സ്ഥിരം ചോദ്യമാണ്. NCDC ഫോം ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 13/3/1963. അപ്പൊ NCDC ആക്ട് ഞാൻ പറഞ്ഞു 1962. ആരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓർത്ത് വെച്ചേക്കുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് NCDC എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, NCDCയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? എവിടെയാണ് NCDCയുടെ ഹെഡ് ക്വാർട്ടർ? അത് ന്യൂഡൽഹിയിലാണ്. ഓർത്ത് വെച്ചേക്കുക, NCDCയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് മക്കളെ? ഓർത്ത് വെച്ചേക്കുക, അത് ന്യൂഡൽഹിയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത് ന്യൂഡൽഹിയിലാണ് NCDCയുടെ ഹെഡ് ക്വാർട്ടർ. എവിടെയാണ്? ന്യൂഡൽഹി കേട്ടോ. ന്യൂഡൽഹിയിലാണ് NCDCയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി NCDCയുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മൾ ഇത് രൂപീകരിക്കുന്ന സമയത്ത് അത് എന്തായിരുന്നു? NCDC അല്ലായിരുന്നു അല്ലെ. അത് പഠിക്കാനുള്ളതാണ്. കാരണം ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കമ്മിറ്റീസിനെ കുറിച്ച് നമ്മൾ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് എന്നായിരുന്നു? 1951, 1954 റിപ്പോർട്ട് സമർപ്പിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് അല്ലെ AIRCSC, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെ. ആരായിരുന്നു ചെയർമാൻ? അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, AD ഗോർവാല. ആരാണ്? AD ഗോർവാല ചെയർമാൻ ആക്കിക്കൊണ്ടുള്ള കമ്മിറ്റി ആയിരുന്നു എന്ന് പറയുക, നമ്മൾ പഠിച്ച സർവേ കമ്മിറ്റി. അപ്പൊ ഈ സർവേ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഓർത്ത് വെച്ചേക്കുക, ഈ സർവേ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ത് രൂപീകരിക്കുന്നുണ്ട്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് രൂപീകരിക്കുന്നുണ്ട്. അത് പഠിക്കണം. എന്താണ്? നാഷണൽ, ഓർത്ത് വെച്ചേക്കുക, നാഷണൽ കോപ്പറേറ്റീവ്
ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് രൂപീകരിക്കുന്നു. ആ വർഷം പഠിക്കണം. എന്നാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് രൂപീകരിച്ചത്? 1956. അപ്പൊ 1956 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് രൂപീകരിക്കുന്നു. ആരുടെ ശുപാർശ പ്രകാരം? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. പിന്നീട് ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡാണ് നമ്മൾ ഇന്ന് കാണുന്ന NCDC ആയിട്ട് പെരുമാറുന്നത്. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ NCDC എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണല്ലോ. NCDC എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, നിയമം മൂലം രൂപീകൃതമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണ്. ഇത് കോപ്പറേറ്റീവ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഏത് മിനിസ്ട്രി അണ്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, ആ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ കേട്ടോ. മിനിസ്ട്രി ഓഫ് കോപ്പറേഷന്റെ അണ്ടറിലാണ് NCDC പ്രവർത്തിക്കുന്നത്. മിനിസ്ട്രി ഓഫ്, ഓർത്ത് വെച്ചേക്കുക, എന്താണ്? ആ മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷൻ. മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഏത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കുക, ആ 3rd 5-year പ്ലാനിന്റെ കാലത്താണ് NCDC രൂപീകരിച്ചത്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. NCDC ആക്ട് 1962. എന്നാൽ 1975 അതോടൊപ്പം തന്നെ 2002 ഈ NCDC ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആക്കുക. 1975 2002 NCDCയുടെ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ, അമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനിയും NCDCയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാം. NCDCയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഒന്നും പേടിക്കണ്ട, ഓർത്ത് വെച്ചേക്കുക. എന്താണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ ആണ് NCDCയുടെ പ്രസിഡന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ. ക്ലിയർ അല്ലേ? NCDCയുടെ പ്രസിഡന്റ് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുണ്ട് NCDCയുടെ സുപ്രീം ബോഡി, അതും ചോദിച്ചിട്ടുണ്ട്. സുപ്രീം ബോഡി അല്ലെ? NCDCയുടെ സുപ്രീം ബോഡി എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? അത് ജനറൽ കൗൺസിലാണ്. ആരാണ്? ജനറൽ കൗൺസിൽ. NCDCയുടെ സുപ്രീം ബോഡി എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ജനറൽ കൗൺസിലാണ്. 51 മെമ്പേഴ്സ് ആണ് കേട്ടോ. ജനറൽ കൗൺസിൽ എത്ര അംഗങ്ങളാണെന്ന് ചോദിച്ചാൽ 51 മെമ്പേഴ്സ് ആണ്. പിന്നെ ഓർത്ത് വെച്ചേക്കാം, ഇവർക്ക് ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് അല്ലെ? ഇവരുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 12 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ 12 മെമ്പേഴ്സ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അതിന് ഇവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്ന പേര് MD എന്നാണ്. MD ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. MD ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളോട് ചോദിക്കാം, എന്താണ് ICDP? കേട്ടിട്ടുണ്ട് ICDP? എന്താണ് ICDP? ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട്. അപ്പൊ ICDP ഇംപ്ലിമെന്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് NCDC ആണ് കേട്ടോ. അപ്പൊ ICDP ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഓർത്ത് വെച്ചേക്കുക, അത് NCDC ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. NCDC എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്കറിയാം NCDC നേരിട്ട് ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കാറുണ്ട് അല്ലെ? NCDC ഗീവ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ടു ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റ് ആണ് സാമ്പത്തിക സഹായം കൊടുക്കുന്നത്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കല്ല. പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് NCDCയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ലിനാക്ക്. എന്താ ലിനാക്ക് എന്ന് പറഞ്ഞാൽ? ലക്ഷ്മൺ റാവോ ഇനാംദർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് ലിനാക്കിന്റെ ഫുൾ ഫോം? എന്താണ്? ലക്ഷ്മൺ റാവോ ഇനാംദർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ലിനാക്ക് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരുടെ? NCDCയുടെ. ഇപ്പൊ NCDCയുടെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലിനാക്ക്. ലിനാക്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലെ ഗുർഗാവൂളിലാണെന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം, എസെൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതും പഠിക്കുക. റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം NCDCയുമായി ബന്ധപ്പെട്ടതാണ്.
ക്ലിയർ അല്ലേ? ഇനി ICDP കാര്യം നമ്മൾ പറഞ്ഞു വന്നു. ICDP എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ്. ഇത് 1985-86 കാലഘട്ടത്തിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. NCDC ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ICDP ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ജില്ലാപരമായിട്ടാണ്. നദിയ ഡിസ്ട്രിക്ട് എവിടെയാണ്? അപ്പൊ വെസ്റ്റ് ബംഗാളിലെ നദിയ ഡിസ്ട്രിക്റ്റിലാണ് ICDP ഇംപ്ലിമെന്റ് ചെയ്തത്. ICDP കേരളത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. ഓക്കെ, വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ 5 സ്ഥലങ്ങളുണ്ട്. വയനാടുണ്ട്, കോട്ടയമുണ്ട്, തൃശ്ശൂരുണ്ട്, ട്രിവാൻഡ്രമുണ്ട്, പാലക്കാടുണ്ട്. പഠിച്ചിട്ടുള്ളതാണ്, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലുകളെ കുറിച്ച് പഠിക്കാമല്ലേ. ഇപ്പൊ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസിനെ കൺട്രോൾ ചെയ്യുന്നതും NCDC ആണ്. പിന്നെ നമ്മുടെ കേരഫെഡിന് ഗ്രാന്റ് കൊടുക്കാറുണ്ട് അല്ലെ. ദ കമ്മോഡിറ്റി ഗ്രാന്റ് ഈസ് ഗിവൻ ടു കേരഫെഡ്. ആരാണ് കൊടുക്കുക? NCDC ആണ്. എന്തിനു വേണ്ടിയാണ്? ആ കോക്കനട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ NCDC എങ്ങനെയാണ് ഫണ്ട് കൊടുക്കുക എന്ന് ചോദിച്ചാൽ അത് ലോൺ അല്ലെങ്കിൽ സബ്സിഡി, ലോൺ ആൻഡ് സബ്സിഡി രീതിയിലായിരിക്കും NCDC അവിടെ സഹായങ്ങൾ നൽകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, അതും ഓർത്ത് വെച്ചേ കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ NCDCയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ കിട്ടുന്നത് എന്താണ്? ഗോഡൌൺ ഒക്കെ പണിയാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ NCDC സഹായം കിട്ടുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഈ NCDCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ അല്ലേടാ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ന്യൂട്രിക്കോ ഇസ് ദ ബ്രാൻഡ് നെയിം ഓഫ് വിർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ന്യൂട്രിക്കോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം എന്തിന്റെ? വിർജിൻ കോക്കനട്ട് ഓയിൽ. അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിർജിൻ കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് നെയിം ആണ് ന്യൂട്രിക്കോ എന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറയുന്നു കേരഫെഡ്, ഓപ്ഷൻ ബിയിൽ പറയുന്നു റബ്കോ, ഓപ്ഷൻ സിയിൽ പറയുന്നു മാർക്കറ്റ് ഫെഡ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു മിൽമ. അപ്പൊ എന്തിന്റെ ബ്രാൻഡ് നെയിം ആണ്? കേരഫെഡ് ആണോ, റബ്കോ ആണോ, മാർക്കറ്റ് ഫെഡ് ആണോ, മിൽമയാണോ? പഠിക്കാൻ ന്യൂട്രിക്കോ. ഈ പ്രൊഡക്ട്സുകളെ കുറിച്ച് നമ്മളിപ്പോ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആരെയാണ്? അത് റെപ്കോടെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തിനാണ് മക്കളെ? റെപ്കോ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ എന്താണ് റെപ്കോ എന്ന് പറഞ്ഞാൽ? റെപ്കോ എന്ന് പറയാൻ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം കേട്ടോ. എല്ലാം ഒന്നും വിശദമായിട്ട് പഠിച്ചില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കി പോകാം. റെപ്കോ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക. എന്നാൽ റെപ്കോ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ റെപ്കോ എന്നാണ് എസ്റ്റാബ്ലിഷ് എന്ന് ചെയ്താൽ ഓർത്ത് വെച്ചേക്കുക 1997 കേട്ടോ. 9/6/1997 ഓർത്ത് വെച്ചേക്കുക. പിന്നെ ചോദിക്കുന്നത് റെപ്കോയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? റെപ്കോയുടെ ഹെഡ് ക്വാർട്ടർ? അത് കണ്ണൂരാണെന്ന് ഓർത്ത് വെച്ചേക്കുക. റെപ്കോയുടെ ഹെഡ് ക്വാർട്ടർ ആണ് മക്കളെ കണ്ണൂർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് റെപ്കോയുമായിട്ട് ഒരു സ്ഥിരം ചോദിക്കുന്ന ഹെഡ് ക്വാർട്ടർ ചോദിക്കാറുണ്ട്. പിന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിക്കാറുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പം ന്യൂട്രിക്കോ, അതുപോലെ തന്നെ എന്താണ്, ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാം. ന്യൂട്രിക്കോ, റബ്വുഡ്, RUBWOOD, ന്യൂട്രിക്കോ, റബ്വുഡ്, പിന്നെ ലഷ് ഓയിൽ, പിന്നെ മാറ്റ്സ് ആൻഡ് മാട്രസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. റെപ്കോ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാധാന്യത്തിലൂടെ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് റെയ്ഡ്കോ. കാരണം ഇതും ചോദിക്കാറുണ്ട്. റെയ്ഡ്കോ എപ്പോഴും നമ്മൾ ചോദിക്കുക. റെയ്ഡ്കോ എന്ന് പറഞ്ഞാൽ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് ഓഫ് കേരള ലിമിറ്റഡ് ആണ്. ഇപ്പൊ റെയ്ഡ്കോ രജിസ്റ്റർ ചെയ്തത് 1972 ഓഗസ്റ്റ് 31 ഓർത്ത് വെച്ചേക്കുക. 1972 ആഗസ്റ്റ് 31 റെയ്ഡ്കോയുടെ കാര്യം. ഇപ്പൊ റെയ്ഡ്കോയുടെ ഹെഡ് ക്വാർട്ടർ എവിടെ തന്നെയാണ്? റെപ്കോ ആയിക്കോട്ടെ റെയ്ഡ്കോ ആയിക്കോട്ടെ, രണ്ടിന്റെയും ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് എന്ന് ഓർത്ത് വെച്ചത്. എവിടെയാണ്? കണ്ണൂരാണെന്ന് ഓർത്ത് വെച്ചത്. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഫാമിലി കറി പൗഡർ ഓർത്ത് വെച്ചേക്കുക. ഫാമിലി കറി പൗഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫാമിലി കറി പൗഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് റെയ്ഡ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? പിന്നെ അവർക്ക് ഫ്രൂട്ട് കാനിങ് യൂണിറ്റ് ഉണ്ട്. അത് മട്ടന്നൂരാണ് കേട്ടോ, കണ്ണൂര്. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ നിങ്ങളോട് പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കാറുണ്ട് റെപ്കോ എന്ന് പറഞ്ഞാൽ, റെയ്ഡ്കോ എന്ന് പറഞ്ഞാൽ അതൊരു ഫെഡറൽ സംഘമാണ് കേട്ടോ. ഫെഡറൽ ടൈപ്പ് സൊസൈറ്റിയാണ്.
എന്താണ് റെയ്ഡ്കോ? അതൊരു ഫെഡറൽ സൊസൈറ്റി ആണ് എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഫെഡറൽ സൊസൈറ്റി ആണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ ചോദിക്കാറുള്ളതാണ് റെപ്കോ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആൻഡ് പമ്പ്സെറ്റ് യൂണിറ്റ് അതെവിടെയാണ്? കണ്ണോത്തുംജാൾ എന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. അതൊരു സ്ഥലപ്പേരാണ്. ഓക്കെ. ഇപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അവരുടെ എന്താണ് റെയ്ഡ്കോയുടെ പമ്പ് സെറ്റ് കേട്ടോ. റെയ്ഡ്കോയുടെ പമ്പ് സെറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കഞ്ചിക്കോടാണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ജസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട റെപ്കോ പഠിച്ചു, റെപ്കോയും പഠിക്കണം, റെയ്ഡ്കോയും പഠിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? റെപ്കോ, റെയ്ഡ്കോ രണ്ടെണ്ണം വളരെ പ്രധാനപ്പെട്ടിട്ട് പഠിക്കണം. വർഷങ്ങളൊക്കെ പഠിച്ചാൽ മതി. സാധാരണ വർഷങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. കേര ഫെഡ് ഒക്കെയാണ് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ കേര ഫെഡിന്റെ പ്രൊഡക്ട്സുകൾ പഠിക്കണം. കേര, കേരഗേസ്, കേര ഗോൾഡ്, കേരാമൃത്, കേര അക്മാർക്ക് ഒക്കെ എന്തിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ കേര ഫെഡിന്റെയാണ്. ഇനി കേരജം ചോദിക്കാറുണ്ട്. കേരജം ആരുടെയാണ്? അത് മാർക്കറ്റ് ഫെഡിന്റെയാണ്. അത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കേരഗേസ്, കേര ഗോൾഡ്, കേര അക്മാർക്ക് ഒക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അത് കേര ഫെഡാണ്. എന്നാൽ കേരജം എന്തിനാന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റ് ഫെഡിന്റെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. കേരജം എന്തിന്റെയാണ്? അത് മാർക്കറ്റ് ഫെഡിന്റെയാണ് കേരജം എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് സാധാരണയായിട്ട് ചോദിച്ച് കാണുന്നത് കേട്ടോ. ഓക്കെ. കേരജം അത് നിങ്ങൾ ഒന്ന് പഠിച്ചേക്കുക. മാർക്കറ്റ് ഫെഡിന്റെ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. കേരജം അതൊരു കോക്കനട്ട് ഓയിലാണ്. അത് മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, അതുപോലെ പ്ലെഡ്ജ് ലോണ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, ട്രേഡ് ക്രെഡിറ്റ്, ഇതൊക്കെ മാർക്കറ്റിംഗ് സംഘങ്ങൾ, പ്രൈമറി മാർക്കറ്റിംഗ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ തൃപ്തി സ്റ്റോറും മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അത് ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അഗ്മാർക്ക്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ. ചോദിക്കാൻ ചാൻസുകൾ ഉള്ളതാണ്. മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. മാർക്കറ്റിംഗ് സംഘങ്ങളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? അത് USA ആണ് അല്ലെ? USA ആണ് എന്തെന്ന് പറയുന്നത് ബെർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അത് USA ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. മാർക്കറ്റ് ഫെഡ് രൂപീകരിക്കുന്നത് 1960-ലാണ്. മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ്ക്വാർട്ടർ എറണാകുളമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ തവണ നിങ്ങളോട് ചോദിക്കാം ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി അല്ലെ ഹുബ്ലിയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എവിടെയാണ്? ഒരു താലൂക്കാണ്. ഇതിനെ മന്ദീസ് എന്ന് പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചേക്കുക. ഈ പ്രോഡക്റ്റ് നെയിമുകൾ ഞാൻ പറഞ്ഞു. പ്രോഡക്റ്റ് നെയിംസ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. കേരഗേസ്, കേര ഗോൾഡ്, കേര അക്മാർക്കൊക്കെ നമ്മുടെ എന്താണ് കേര ഫുഡുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സുകളാണ്. ഇനി നമുക്ക് കൺസ്യൂമർ സംഘങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സുകളാണ് എന്ന് പറയാം. ട്രേഡ് ഡെപ്പോസിറ്റ്, ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ ട്രേഡ് ഡെപ്പോസിറ്റ് കൺസ്യൂമർ സംഘങ്ങളാണ്. പർച്ചേസ് ബോണസ്, അതുപോലെ ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. ഓക്കെ. അല്ലെങ്കിൽ അതിന് മറ്റൊരു പറയുന്ന വാല്യൂ കൺട്രോൾ സിസ്റ്റം ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൺസ്യൂമർ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്തുമാണ്? കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇസ് എ റെക്കമെൻഡേഷൻ ഓഫ് REC. വളരെ പ്രധാനപ്പെട്ടതാണ്. റൂറൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോയും കിടപ്പുണ്ട്. നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഈ സെയിം ക്വസ്റ്റിന്റെ അല്ലെങ്കിൽ പഠിപ്പിച്ചതിന്റെ വീഡിയോയും കിടപ്പുണ്ട്. എന്താണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് റെക്കമെൻഡേഷൻ ഓഫ് ഓപ്ഷൻ എ സർവേ കമ്മിറ്റി, ഓപ്ഷൻ ബി ട്രാഫിക് കാർഡ് കമ്മിറ്റി, ഓപ്ഷൻ സി റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഓപ്ഷൻ ഡി മൃദ കമ്മിറ്റി. ഇപ്പൊ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്തിന്റെ ശുപാർശയാണെന്ന് ചോദിച്ചാൽ അത് റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയാണ്. എന്തിനെയാണ്? റിവ്യൂ കമ്മിറ്റി. നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അല്ലേ? എന്താണ്? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. ഇത് ഏതാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. AIRCRC ഓർത്ത് വെച്ചേക്കുക. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, AIRCRC എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആരാണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? ഓർത്ത് വെച്ചേക്ക്. അപ്പോയിന്റഡ് ബൈ ആരാണ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? അപ്പോയിന്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. എന്നാണ് അപ്പോയിന്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ജൂലൈ 1966 അപ്പോയിന്റ് ചെയ്തു. എന്നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക് 1969
റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 66 കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു, 69 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് വളരെ പ്രധാനപ്പെട്ടാണ്. ആരാണ്? വെങ്കിട്ടപ്പയ്യാണ് അല്ലെ? വെങ്കിട്ടപ്പൈ, വി വെങ്കിട്ടപ്പൈ എന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഈ കമ്മിറ്റിക്ക് ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കുറെ ശുപാർശകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ ഒന്നായിരുന്നു എന്ന് പറയുക റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷന്റെ കാര്യം, REC അല്ലെ? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം, കോർപ്പറേഷനൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എന്തുമായി പണ്ടൊരു ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ, ഒരുപാട് നാൾക്ക് മുമ്പാണ്, ഒരു 3 വർഷം മുമ്പ് വന്നതാണ്. RES ആൻഡ് REC അത് റെക്കമെൻഡേഷൻ. അപ്പൊ RES റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ആരുടെ ശുപാർശയാണ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക REC ആൻഡ് RES ഈസ് ദി റെക്കമെൻഡേഷൻ ഓഫ് റിവ്യൂ കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കുറെ അധികം ശുപാർശകൾ ഇവർക്കുണ്ടായിരുന്നു. പിന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡിന്റെ കാര്യം, ബോർഡ് റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ ബോർഡ് എന്ത് ചെയ്തിരിക്കണം? എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റെക്കമെൻഡേഷൻ ആണ് എന്താണ്? നമ്മുടെ സ്മോൾ SFD അല്ലെങ്കിൽ സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. അത് നിങ്ങളോട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതിന് മറ്റൊരു പേരാണ് മഫാൽഡ എന്ന് പറയും കേട്ടോ, മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. അതായത് കൂടുതൽ അവരുടെ ഒരു മോട്ടോ ടു മേക്ക് സർപ്ലസ് ഫാർമേഴ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മൾട്ടി ഏജൻസി അപ്രോച്ച്, റൂറൽ ക്രെഡിറ്റിൽ മൾട്ടി ഏജൻസി അപ്രോച്ച് കൊണ്ടുവരണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയും REC റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, RES എന്ന് ചോദിച്ചാലും ഇവരുടെ കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു കമ്മിറ്റി ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇത്രത്തോളം തന്നെ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കമ്മിറ്റി ഉണ്ട് അല്ലേ? ഏതാണ് ആ കമ്മിറ്റി? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കമ്മിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അത് സർവേ കമ്മിറ്റിയാണ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അതിന്റെ കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പോകാം കേട്ടോ, കാരണം അവിടെ നിന്നും ചോദ്യങ്ങൾ വരാം. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് 1951 സർവേ കമ്മിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. റിവ്യൂ കമ്മിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു. സർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് 1951. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 1954 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് AD ഗോർവാലയാണ്. ആരാണ് ചെയർമാൻ? ചെയർമാൻ AD ഗോർവാലയാണ്. AD ഗോർവാല ചെയർമാനാണ്. അദ്ദേഹത്തെ കൂടാതെ വളരെ പ്രധാനപ്പെട്ട 3 പേര് അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. DR ഗാഡ്ഗിലെ, NSR ശാസ്ത്രി, പിന്നെ വെങ്കിട്ടപ്പൈ. ഇത്രയും ആൾക്കാർ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരുന്നു. അതിൽ NSR ശാസ്ത്രി ആയിരുന്നു മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് NSR ശാസ്ത്രി ആയിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്: കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ് ഇസ് റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്. ആരുടെ ആയിരുന്നു അത്? സർവേ കമ്മിറ്റിയുടെ ഒരു കൊട്ടേഷൻ ആയിരുന്നു. ഓക്കെ, കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ് ഇസ് ദ കൊട്ടേഷൻ ഓഫ് ഡാഷ്. ആരുടെയാണ്? ഓർത്ത് വെച്ചാൽ സർവേ കമ്മിറ്റി. അത് പറയണ കോർപ്പറേഷൻ ഫെയിൽഡ് ആയി, പക്ഷെ അത് മസ്റ്റായിട്ടും സക്സീഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർക്ക് കുറെ റെക്കമെൻഡേഷൻ ഉണ്ട്. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ക്രോപ്പ് ലോൺ സിസ്റ്റം, ഫോർമേഷൻ ഓഫ് SBI അല്ലെ, SBI ഫോം ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, പിന്നെ ലാർജ് സൈസിലുള്ള ക്രെഡിറ്റ് സംഘങ്ങളുടെ രൂപീകരണം, എഫക്റ്റീവ് സൂപ്പർവിഷനും ഓഡിറ്റും ആവശ്യമാണ്. പിന്നെ പറയാണ് കുറെ വ്യത്യസ്തമായ കുറെ ഫണ്ടുകൾ രൂപീകരിക്കണം എന്നൊക്കെ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതാണ്? സർവേ കമ്മിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് പോവുക. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണ്, 4th ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പഠിച്ച സെയിം ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു. അപ്പം ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ മാർക്കറ്റിംഗുമായിട്ട് ലിങ്ക് ചെയ്യണം, മാർക്കറ്റിംഗ് സംഘവുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നാണ് പറയുക. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറഞ്ഞു കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. എന്താണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി? നമ്മൾ ആ കമ്മ്യൂണിറ്റിയെ കൂടെ പരിഗണിക്കണം. സംഘം പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിനെയും കൂടെ ആ കമ്മ്യൂണിറ്റിയെ കൂടെ നമ്മൾ കൺസേൺ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 2 വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്ഷൻ സി പറഞ്ഞ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ്സുകൾ തമ്മിൽ ഒരു കോപ്പറേഷൻ വേണം. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഏതാണ് ആൻസർ വരിക? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്താരെന്നറിയോ? DG കാർവെയാണ് കേട്ടോ.
ഓക്കെ, DG കാർവെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിൻസിപ്പിളാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ, തേർഡ് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻസിപ്പിളായിരുന്നു. അന്നത്തെ ആറാമതായിട്ട് കൊണ്ടുവന്ന ലാസ്റ്റ് തേർഡ് സ്റ്റേജിലും 6 പ്രിൻസിപ്പിളേ ഉള്ളൂ. അല്ല, ആറാമതായിട്ട് കൊണ്ടുവന്ന പ്രിൻസിപ്പിളായിരുന്നു അല്ലേ എന്ന് പറയുക, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഈ പ്രിൻസിപ്പിളിനെ നമുക്ക് കാർവെ പ്രിൻസിപ്പിൾ എന്ന് വിശേഷിപ്പിക്കാം. ചോദിച്ചിട്ടുള്ള കേട്ടോ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് എന്ന പ്രിൻസിപ്പിളിനെ നമുക്ക് കാർവെ പ്രിൻസിപ്പിൾ എന്ന് വിശേഷിപ്പിക്കാം. പിന്നെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ചോദിച്ചിട്ടുള്ളതാണ്. എന്ന് വിശേഷിപ്പിക്കാം പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ എന്നൊക്കെ നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? നമ്മുടെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള പ്രിൻസിപ്പിളിനെ വിശേഷിപ്പിക്കാം. 5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്നൊരു കമ്മിറ്റി നമ്മുടെ ICA അപ്പോയിന്റ് ചെയ്യുന്നത്. 64 അപ്പോയിന്റ് ചെയ്യുന്നത്, 64 സബ്മിറ്റ് ചെയ്തു. അതാണ് അന്ന് കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 4 സ്റ്റേജസ് കൂടെയാണല്ലോ അല്ലെ. 4 ഫസ്റ്റ് സ്റ്റേജ് റോക്കഡൈൽസ് ആണ്, പിന്നീട് ICA, പിന്നീട് ICA ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേപ്പ് വാസ് രജിസ്റ്റേർഡ് ആസ് പെർ വിച്ച് ആക്ട്? കേപ്പ് ഇപ്പൊ ഏത് ആക്ട് പ്രകാരമാണ് കേപ്പ് രജിസ്റ്റർ ചെയ്തത്? ഇതൊരു PYQ തന്നെയാണ്, പ്രീവിയസ് ആയിട്ട് മുൻപും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞു കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, KCS ആക്ട്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞു എന്താണ് ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ ആക്ട്. ഓപ്ഷൻ സിയിൽ പറഞ്ഞു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ഇതൊന്നുമല്ല. കേപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് കേപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? നമുക്ക് ഒന്ന് പരിശോധിക്കാം. പഠിച്ച് നിങ്ങളർക്കും അറിയാവുന്നതാണ്, എങ്കിലും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ അതിന് കേപ്പ് അതിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം അല്ലെ. കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഓർത്ത് വെച്ചേക്കുക. എന്നാണ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഓർത്ത്. അതാണ് കേപ്പിന്റെ ഫുൾ ഫോം കേട്ടോ, കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ കേപ്പ് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേപ്പ് ഏത് ആക്ടിന്റെ അണ്ടറിലാണെന്ന് നമുക്ക് പഠിക്കാനും പാട്ട് ഏത് വർഷമാണ് കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് നമുക്ക് പഠിക്കണം അല്ലെ. ഏത് വർഷമാണ് ഓർത്ത് വെച്ചേക്ക്? 1999 ഓർത്ത് വെച്ചേക്ക് കേട്ടോ. 1999 കേപ്പ് എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്ത് 1999. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, അത് ട്രിവാൻഡ്രമാണ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ് മക്കളെ? ഹെഡ് ക്വാർട്ടർ ഓർത്ത് വെച്ചേക്കുക, ഹെഡ് ക്വാർട്ടർ ട്രിവാൻഡ്രമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് ഇത് രജിസ്റ്റർ ചെയ്ത ആക്ടിന്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ട്രാവൻകൂർ കൊച്ചിൻ. എങ്ങനെ പറയുക? ട്രാവൻകൂർ ഫുള്ളായിട്ട് ഞാൻ എഴുതാം. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ആണ്. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് വർഷം 1955 എന്നാണ് ഇതിന്റെ വർഷം വരുന്നത്. 1955 എന്നോർത്ത് വെച്ച് 1955. ഓക്കെ, ചെയർമാൻ, കേപ്പിന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. ആരായിരിക്കും കേപ്പിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, കേപ്പിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. കേപ്പിന്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. കേപ്പിന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് കേട്ടോ, കൊച്ചിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഏകദേശം 7ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി. ഈ സാധാരണയായിട്ട് ചോദിക്കുന്നത് ഈ ആക്ട് ആണ്. ഇതിന്റെ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതിന്റെ വർഷം വരുന്നത് 1955 1955 ഇതിന്റെ വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. എന്താണ്, എങ്ങനെയാണ് ആ വർഷത്തിന്റെ ഫുൾ പറയുന്ന നിയമം ഫുള്ളായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്? ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലീഡർഷിപ്പ് ഈസ് ആൻ എലമെന്റ് ഓഫ്. ലീഡർഷിപ്പ്, നേതൃത്വം, അത് ഈ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലീഡർഷിപ്പ് ഈസ് ആൻ എലമെന്റ് ഓഫ്. ഓപ്ഷൻ എയിൽ പറയുന്നു ഡയറക്ഷൻ, ഓപ്ഷൻ ബിയിൽ പറയുന്നു മോട്ടിവേഷൻ, ഓപ്ഷൻ സിയിൽ പറയുന്നു പ്ലാനിങ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഫോർകാസ്റ്റിംഗ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് നിർദ്ദേശം. നല്ല നേതാക്കൾക്ക് മാത്രമേ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷൻ, നേതൃത്വം നൽകുക അല്ലെ, നല്ല രീതിയിൽ എന്താണ് ആ നിർദ്ദേശങ്ങൾ നൽകുക. അപ്പൊ ആ ലീഡർഷിപ്പ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ച്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പം അത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് NCCF വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. അപ്പൊ ഏത് വർഷമാണ് NCCF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ എയിൽ പറയുന്നു 1966, ഓപ്ഷൻ ബിയിൽ പറയുന്നു 1965, ഓപ്ഷൻ സിയിൽ 1963, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1970. അപ്പൊ NCCF ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമുക്ക് ആദ്യം NCCF എന്താണെന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അല്ലേ. അപ്പോൾ എന്താണ് NCCF അല്ലെ? NCCF നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. ഓർത്ത് വെച്ചൊക്കെ NCCF എന്ന് പറഞ്ഞാൽ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നോർത്ത് വെച്ചു. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. ഓക്കെ, ഈ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ നമുക്കറിയാം ഇന്ത്യയിലെ ഈ കൺസ്യൂമർ മൂവ്മെന്റ് 4 ടയറിലാണ് പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞ ഇന്ത്യയിലെയാണ് കേട്ടോ. ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ 3 ടയറിൽ. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവല് NCCF, തൊട്ട് താഴെ എന്താണ് കൺസ്യൂമർ ഫെഡ്. സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ കൺസ്യൂമർ ഫെഡ്, പിന്നെ DWCS, പിന്നെ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി. ഇതാണ് ഇന്ത്യയിലെ നമ്മുടെ ഒരു ടയർ എന്ന് പറയുന്നത്. 4 ടയറിലായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ NCCF ആണ് ഏറ്റവും അപ്പെക്സിൽ വരിക അല്ലെ ഇന്ത്യയിൽ. ചോദ്യം ഇതാണ്, NCCF എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1965. ഓർത്ത് വെച്ചേക്കുക. NCCF എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ഒക്ടോബർ 1965. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് ഫങ്ഷനിങ് ആണ്. അപ്പം ഫങ്ഷനിങ് എന്താണെന്ന് ചോദിച്ചാൽ 1966. 65 എന്ത് ചെയ്യുകയാണ്? എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 1966 ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ് NCCFന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്ന് ഓർത്ത് വെച്ചു. നെഹ്റു പാലസ് എന്നും ഓർത്ത് വെച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ നെഹ്റു പാലസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഓർത്ത് വെച്ചാൽ NCCF രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണെന്നുള്ളത് ഓർത്ത് വെച്ചത് കേട്ടോ. രജിസ്റ്റർ ചെയ്ത് എവിടെയാണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണ് നമ്മുടെ NCCF രജിസ്റ്റർ ചെയ്തത് എന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ NCCFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നതാണ് NCCF എന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോ NCCFന് ഒരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട് ന്യൂഡൽഹിയിൽ, ഒഖേല എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. എവിടെയാണ്? NCCF ഹാസ് ആൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഒഖേല, ന്യൂഡൽഹിയിൽ. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവപ്രിയ ഫുഡ് പ്രോഗ്രാം, അത് ചോദിച്ചിട്ടുണ്ട്. സർവപ്രിയ ഓർത്ത് വെച്ചേക്കുക. സർവപ്രിയ ഫുഡ് പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് NCCFുമായി ബന്ധപ്പെട്ടതാണ് സർവപ്രിയ ഫുഡ് പ്രോഗ്രാം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഈ കോപ്പറേറ്റീവ്, അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു നിക് നെയിം ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന നിക് നെയിം ഉണ്ട്. ഓർത്ത് വെച്ചേക്കുക, വാർ ടൈം ബേബീസ്. ഇതാണ് മക്കളെ, വാർ ടൈം ബേബീസ് എന്ന് ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ. വാർ ടൈം ബേബീസ് എന്ന് അറിയപ്പെടാറുണ്ട്. ഏത്? കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഓക്കെ, പിന്നെ ചിന്താമണി സൂപ്പർ മാർക്കറ്റ് കോയമ്പത്തൂരാണ്. ചിന്താമണി അതും NCCFന്റെ ആണ്. ചിന്താമണി സൂപ്പർ മാർക്കറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാണ് ഞാൻ പറഞ്ഞത്. ചിന്താമണി സൂപ്പർ മാർക്കറ്റ് ആരുടെയാണ്? അത് NCCFന്റെ കോയമ്പത്തൂരാണ് കേട്ടോ. ചിന്താമണി സൂപ്പർ മാർക്കറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പ്രൈസ് സപ്പോർട്ട് സ്കീം NCCFന്റെ ആണ്. പ്രൈസ് സപ്പോർട്ട് സ്കീം കേട്ടോ. പ്രൈസ് സപ്പോർട്ട് സ്കീം എന്തിന്റെയാണ്? അതും NCCFന്റെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി NCCFന്റെ ഒരു മന്ത്ലി ജേണൽ ഉണ്ട്, ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. അതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. NCCFന്റെ മന്ത്ലി ജേണലാണ് ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. എന്താണ് മക്കളെ? ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ എന്ന് ഓർത്ത് വെച്ച്. ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ എന്തിന്റെയാണ്? NCCFന്റെ ആണ് എന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റോർസ് ഇൻ കോർപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനാണ് കൺസ്യൂമർ സ്റ്റോറുകളെ നമ്മൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റോർ ഇൻ കോർപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ സെൻട്രലി സ്പോൺസേർഡ് സ്കീം സ്റ്റാർട്ട് ചെയ്ത വർഷം 1962 എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് വെക്കുക. ക്ലിയർ അല്ലേ? ഇത്തരം കാര്യങ്ങൾ മതി നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്. NCCF ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ കൺസ്യൂമർ മൂവ്മെന്റ് 4 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ടോപ്പിലാണ് NCCF വരുന്നത് എന്ന് ഓർത്ത് വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം അല്ലെ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭാരത് ജൈവ ഈസ് റിലേറ്റഡ് ടു. ഭാരത് ജൈവ എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഭാരത് ജൈവ ഓപ്ഷൻ എയിൽ പറഞ്ഞു റബ്ബർ മാർക്ക്, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു ഇഫ്കോ, ഓപ്ഷൻ സിയിൽ പറഞ്ഞു റബ്കോ ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു മാർക്കറ്റ് ഫെഡ്. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഭാരത് ജൈവ ഈസ് റിലേറ്റഡ് ടു. ഭാരത് ജൈവ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എയിൽ പറഞ്ഞു റബ്ബർ മാർക്ക്, ഓപ്ഷൻ ബിയിൽ പറയുന്നു ഇഫ്കോ അല്ലെ. ഓപ്ഷൻ എയിൽ പറയുന്നു റബ്ബർ മാർക്ക്, ഓപ്ഷൻ ബിയിൽ പറയുന്നു ഇഫ്കോ, ഓപ്ഷൻ സിയിൽ പറയുന്നു റബ്കോ, ഓപ്ഷൻ ഡിയിൽ പറയുന്നു മാർക്കറ്റ് ഫെഡ്. ഇപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് മക്കളെ? ഭാരത് ജൈവ ഓർത്ത് വെച്ചേക്കാം, റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ടതാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ടതാണ് ഭാരത് ജൈവ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം റബ്ബർ മാർക്ക് എന്ന് പറയാൻ എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് ഹെഡ് ക്വാർട്ടർ വരിക? ഹെഡ് ക്വാർട്ടർ വരുന്നത് എറണാകുളത്താണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അല്ലെങ്കിൽ രൂപീകരിച്ച വർഷം എന്ന് ചോദിച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് 1971 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ റബ്ബർ മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ് ഭാരത് ജൈവ, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഭാരത് ജൈവ, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ. പെരിയാർ മിക്സ്ചർ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ മാർക്കിന്റെ ഫെർട്ടിലൈസർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് 2 ടയറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. 2 ടയർ സിസ്റ്റത്തിലാണ് റബ്ബർ മാർക്ക് വർക്ക് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. റബ്ബർ ബോർഡ് 1947 കോട്ടയത്ത് രൂപീകരിച്ചാണ് റബ്ബർ ബോർഡ്. രണ്ടും തമ്മിൽ മാറിപ്പോകില്ല. ഓക്കെ. അതുപോലെ തന്നെ റൂബക് എന്ന് പറഞ്ഞാൽ റുബെക് അല്ലെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് റൂബക് എന്ന് പറഞ്ഞാൽ റബ്ബർ മാർക്കിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. റൂബക് കേട്ടോ. ഓക്കെ, റൂബക് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് റബ്ബർ മാർക്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ റബ്ബർ മാർക്ക് മറ്റൊരു പേരിൽ അറിയും എന്താണ്? റബ്ബർ മാർക്ക് ഈസ് അതർവൈസ് കോൾഡ് സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി. റബ്ബർ മാർക്ക് ഒരു സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സംഘമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ അപ്പച്ചിൽ വരുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അത് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേർ ഇസ് കിക്മ സിറ്റുവേറ്റ്? കിക്മ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? കിക്മ സിറ്റുവേറ്റ്. ഓപ്ഷൻ എയിൽ പറയുന്നത് കോവളം, ഓപ്ഷൻ ബിയിൽ പറയുന്നു നെയ്യാർ ഡാം, ഓപ്ഷൻ സിയിൽ പറയുന്നു വർക്കല, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ആലപ്പുഴ. അപ്പൊ എവിടെയാണ് കിക്മ സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം കിക്മ എന്താണെന്ന് നമുക്ക് പരിശോധിക്കണ്ടേ അല്ലെ. കിക്മ, KICMA. കിക്മ എന്താണ്? ഓർത്ത് വെച്ചുക. കിക്മ മീൻസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് ഓർത്ത് വെച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ് കിക്മ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതെന്താണ്? ഇതൊരു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എന്താണ്? അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച്. കിക്മ എന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ് കിക്മ എന്ന് പറയുന്നത്. ഇനി കിക്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് കിക്മ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം പഠിക്കണം അല്ലെ. കിക്മ രൂപീകൃതമായ വർഷം എന്നാണ്. കിക്മ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചിട്ട് 2009 2009 കിക്മ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കിക്മ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ക്വസ്റ്റ്യൻ. സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കാൻ നെയ്യാർ ഡാമിലാണ് കേട്ടോ. എവിടെ മക്കളെ?
ആ നെയ്യാർ ഡാമിലാണ് എന്ന് ഓർത്ത്. നെയ്യാർ ഡാം എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. അപ്പം നെയ്യാർ ഡാം ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിലാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ ഇത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് വെച്ചാൽ KCS ആക്ട് 1969 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇത് എന്താണ്, ഗവേണിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക SCU ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഗവേൺഡ് ബൈ SCU അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണ് വിചാരിക്കുന്നു. കിക്മ കേട്ടോ. ഓർക്കുന്ന 2009 രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കേരള സംസ്ഥാന സഹകരണ യൂണിയൻ എന്ത് ബോഡിയാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നു ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നു ഇതൊരു സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞൊരു റീജിയണൽ ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ എന്താണ് ആൻസർ വരിക? SSC എന്നാണ് പഠിക്കുക. സെക്ഷൻ ഏത് പ്രകാരമാണ്? 89 പ്രകാരം രൂപീകൃതമാകുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ SCU എന്ന് ഓർത്ത് വെച്ചു അല്ലെ. സെക്ഷൻ 89 SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൊ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ആണോ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, അല്ലെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, അല്ലെ റീജിയണൽ ഓർഗനൈസേഷൻ ആണോ? ഓർത്ത് വെച്ചേക്കുക, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, നിയമം മൂലം രൂപീകൃതമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ എന്നാണ് പറയുക. ഇറ്റ് ഇസ് എ ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറയുന്നുണ്ട് അല്ലെ. കാരണം SCU വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ 89 ഓഫ് ഏത് KCS ആക്ട്. ഇപ്പൊ KCS ആക്ടിലെ വകുപ്പ് 89 വ്യവസ്ഥകൾ പ്രകാരം രൂപീകൃതമായിട്ടുള്ള സംഘടന അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറയുക SCU അല്ലെ. SCU ഞാൻ പറഞ്ഞു ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ. ഹെഡ് ക്വാർട്ടർ വരുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെച്ചേക്ക്. എവിടെയാണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്? ട്രിവാൻഡ്രത്താണ് സംസ്ഥാന സഹകരണ യൂണിയന്റെ ഹെഡ് ക്വാർട്ടർ വരിക. ശ്രദ്ധിച്ചിരിക്കുക. SCU ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ 21 നവംബർ 1970 ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം SCUമായി ബന്ധപ്പെട്ട സംസ്ഥാന സഹകരണ ഭവൻ എന്ന് ഓർത്ത് വെച്ചത്. സംസ്ഥാന സഹകരണ ഭവൻ എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ SCUമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ SCUവിനെ കുറിച്ച് അല്ലെങ്കിൽ SCU രൂപീകൃതമായിട്ടുള്ളത് സെക്ഷൻ 89 പ്രകാരമാണ്. ഇനി സെക്ഷൻ 2S SCUവിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്. പിന്നെ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എന്ന് പറയുക. SCU ആണ് എന്തിന്റെ കസ്റ്റോഡിയൻ? നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. സെക്ഷൻ 56 സബ് സെക്ഷൻ 1 ക്ലോസ് ബി പ്രകാരം രൂപീകരിക്കുന്ന എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണ്? SCU ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, SCUവിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്ന ആരായിരിക്കും? അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും എന്ന് ഓർത്ത് വെച്ചിരിക്കുക. SCUവിന് എന്തൊക്കെയുണ്ട്? SCUവിന് പൊതുയോഗവുമുണ്ട്, മാനേജിംഗ് കമ്മിറ്റിയുണ്ട്. SCUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 23 പേരുണ്ട്. 12 പേരാണ് SCUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? സെക്ഷൻ 90 നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അഫിലിയേഷൻ ടു SCU. ഏതൊരു സംഘവും ആയിക്കോട്ടെ അത് രൂപീകരിച്ച് 6 മാസമായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അങ്ങനെ അഫിലിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? പ്രിവിലേജസ് ഒന്നും നമ്മുടെ KCS ആക്ട് പ്രകാരമുള്ള സംഘങ്ങൾക്ക് ലഭിക്കുന്ന പ്രിവിലേജുകൾ കിട്ടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 90 പറയുന്നത്. സെക്ഷൻ 91 പറയുന്നത് SCUവിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അത്തരം കാര്യം ജസ്റ്റ് ഓർക്കുക. പിന്നെ പഠിക്കണം, കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ആരാണ്? അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് അല്ലെ. 1957 SCUവിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? അത് KR ഇളങ്ങത്ത്. ആരാണ്? KR ഇളങ്ങത്താണ്. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? അത് PG മേനോനാണ്. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് SCU ആരാണ്? അത് കേശവൻ നായരാണ്. പിന്നെ ഞാൻ പറഞ്ഞു SCUവിന്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് 23 അംഗങ്ങളുണ്ട്. അതിൽ 12 പേര് അടങ്ങുന്നതാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പിന്നെ നമുക്കറിയാം എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 5% വകം മാറ്റി മിനിമം 2000 മാക്സിമം 1 ലക്ഷം രൂപയുമാണ്. എങ്ങോട്ടാണ് അടയ്ക്കേണ്ടത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് ഓർത്ത് വെച്ചിരിക്കുക.
ഓക്കെ. കോപ്പറേറ്റീവ് ജേണൽ ആരുടെ പബ്ലിക്കേഷൻ ആണ്? അത് SSCന്റെ പബ്ലിക്കേഷൻ ആണ്. കോപ്പറേറ്റീവ് ജേണൽ, സഹകരണ ജേണൽ എന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? അത് ഇത്ര ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. പിന്നെ അഫിലിയേഷൻ ഫീസിനെ കുറിച്ച് പറയുന്നത് റൂള് 148 ഓർത്ത് വെച്ചേക്കും കേട്ടോ. അപ്പൊ കിക്മ നമ്മൾ ഓർഡർ പറഞ്ഞു, കിക്മ അതാരാണ് നോക്കി നടന്നത്? റൺ ബൈ SSCU ആണ് എന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഹു റോട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി? ഇപ്പൊ കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തത് ആരാണ്? അല്ലെ, ഹു റോട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി? ഓപ്ഷൻ എ പറഞ്ഞു ഹാഗൻ ഹെൻറി, ഓപ്ഷൻ ബി പറഞ്ഞു ഫ്രെഡ്മാൻ, ഓപ്ഷൻ സി പറഞ്ഞു ഇവാൻ മക്ഫേഴ്സൺ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ടോം സാമുവൽ. അപ്പം കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതിയത് ആരാണ്? പഠിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ അതിൽ വിശദമായിട്ട് പറഞ്ഞൊരു ഭാഗമാണ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയെ കുറിച്ച് ആരാണ് സ്റ്റേറ്റ്മെന്റ് എഴുതിയെന്ന് ചോദിച്ചാൽ അത് ഇവാൻ മക്ഫേഴ്സൺ ആണ്. ഒരു കോപ്പറേറ്റീവ് ഐഡന്റിറ്റി, അതിനകത്ത് 3 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആക്കുക. കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയിൽ ഉൾപ്പെടുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെയാണ് ഡെഫിനേഷൻ. ഒന്നാമത്തെ ഡെഫിനേഷൻ ആണ്. രണ്ടാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെ, സഹകരണ തത്വങ്ങൾ. രണ്ടാമത് ഉൾപ്പെടുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ആൻഡ് മൂന്നാമത് വരുന്നത് എന്താണ്? കോപ്പറേറ്റീവ് വാല്യൂസ് ആണ്. ഇത് 3 ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒരു ഡെഫിനേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, പിന്നെ കോപ്പറേറ്റീവ് വാല്യൂസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി, അല്ലെ? കോപ്പറേറ്റീവ് ഐഡന്റിറ്റി വന്ന വർഷം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. 1995 കേട്ടോ. എന്താണ് മക്കളെ? 1995 ഓർത്ത് വെച്ചേക്കുക. ഈ 1995 അടുത്ത 31st ICA വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇവിടെ നടന്നു, മാഞ്ചസ്റ്ററിൽ നടന്നു. അന്നാണ് ICA എന്ത് ചെയ്യുന്നത്? ICA അഡോപ്റ്റഡ് ദ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ്. അത് ഇവാൻ മക്ഫേഴ്സൺ തന്നെയാണ് ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ സ്റ്റേറ്റ്മെന്റില് അതിന് 3 കാര്യങ്ങൾ, ഡെഫിനേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കോപ്പറേറ്റീവ് വാല്യൂസും ഉണ്ട്. അപ്പൊ ഡെഫിനേഷൻ എന്താണ്? ജസ്റ്റ് വായിച്ചു വിടാം. ഡെഫിനേഷൻ പറഞ്ഞത് എന്താണ്? കോപ്പറേറ്റീവ് ഈസ് എന്താണ്? ആൻ ഓട്ടോണോമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വോളണ്ടറിലി ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ത്രൂ എ ജോയിന്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എന്റർപ്രൈസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു അവിടെ വാല്യൂസുകളുണ്ട്. കോപ്പറേറ്റീവ് വാല്യൂസ് ടോട്ടൽ എത്ര വാല്യൂസ് ഉണ്ട്? 10 വാല്യൂസ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ടോട്ടൽ എത്ര വാല്യൂസ് ഉണ്ട് മക്കളെ? 10 വാല്യൂസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 10 വാല്യൂസ്. അതിലെ കോപ്പറേറ്റീവ് വാല്യൂസിൽ മൊത്തം 10 ഉണ്ട്. അതിലെ 6 ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്. ഓർത്ത് വെച്ചേക്കുക. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ 6 എന്താണ്? ട്രഡീഷണൽ വാല്യൂസും. ഓക്കെ, 6 ട്രഡീഷണൽ വാല്യൂസും ഉണ്ട്. ബാക്കി വരുന്ന 4 നമുക്ക് എത്തിക്കൽ വാല്യൂസ് എന്നും കണക്കാക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ടോട്ടല് എത്ര ഉണ്ട്? 10 ഉണ്ട്. ആ 10 6 എന്താണ്? ട്രഡീഷണൽ വാല്യൂസും ബാക്കി 4 എത്തിക്കൽ വാല്യൂസുമാണ്. അതിൽ ട്രഡീഷണൽ വാല്യൂസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വരുന്നത് സെൽഫ് ഹെൽപ്പ്, പിന്നെന്താണ് പഠിപ്പിച്ചു? സെൽഫ് ഹെൽപ്പ്, പിന്നെ ആ സെൽഫ് റെസ്പോൺസിബിലിറ്റി, സെൽഫ് ഹെൽപ്പ്, അതോടൊപ്പം തന്നെ എന്താണ്? ആ സെൽഫ് റെസ്പോൺസിബിലിറ്റി, പിന്നെ വരുന്നത് എന്താണ്? മൂന്നാമതായിട്ട് വരുന്നത് സോളിഡാരിറ്റി. പിന്നെ പഠിപ്പിച്ച് ഓർത്ത് നോക്കിയേ, സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, പിന്നെ പറയുന്നത് സോളിഡാരിറ്റി, പിന്നെന്താണ്? ഇക്വാളിറ്റി. ക്രമത്തിൽ തന്നെ പഠിച്ചേക്കാം. ഇക്വാളിറ്റി. 5ാമതായിട്ട് എന്താണ്? ഇക്വിറ്റി അല്ലെ? ഇക്വാളിറ്റി, ഇക്വിറ്റി ആൻഡ് ഡെമോക്രസി. ഓർത്ത് വെച്ചേക്കുക. 6 നമുക്ക് ട്രഡീഷണൽ വാല്യൂസ് എന്ന് പറയാം. സെൽഫ് ഹെൽപ്പ്, ഞാൻ ഒന്നുകൂടെ പറയാം. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, സോളിഡാരിറ്റി, ഇക്വിറ്റി, ഇക്വാളിറ്റി ആൻഡ് ഡെമോക്രസി. 6. ഇനി 4 എന്തൊക്കെയാണ് ഉള്ളത്? ആ 4 എത്തിക്കൽ വാല്യൂസ് ആണ്. അതിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ. 10 വാല്യൂസ് വരിക. വീണ്ടും ഞാൻ പറയുന്നു, 6 ട്രഡീഷണലും 4 എത്തിക്കൽ വാല്യൂസുമാണ് എന്നോർത്ത് വെച്ചേക്കുക.
നെക്സ്റ്റ് അവിടെ പഠിക്കേണ്ടത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്കറിയാം അല്ലെ? 1990 റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ് 7 അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഫോളോ ചെയ്ത് ഫോം ചെയ്യുന്നതല്ല, ഇന്ന് നമ്മൾ പിന്തുടരുന്ന ആ 7 പ്രിൻസിപ്പിൾസ് ആണ്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ആ ഒരു 7 അല്ലെ? അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ എന്താണ് വാല്യൂസും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഇവാൻ മക്ഫേഴ്സൺ ആണ്, 1995 ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഡിക്ലെയർഡ് ബൈ UN. ഇപ്പൊ UN ആദ്യമായിട്ട് ഈ നമ്മുടെ കോപ്പറേറ്റീവ് അല്ലെ, ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് UN ഡിക്ലെയർ ചെയ്ത ആദ്യത്തെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് അതിന്റെ ആൻസർ വരിക? ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലെ? ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു 2012, ഓപ്ഷൻ ബിയിൽ പറയുന്നു 2025, ഓപ്ഷൻ സിയിൽ പറയുന്നു 2000, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 2010. അപ്പം UN ഡിക്ലെയർ ചെയ്തത് എന്നാണ് അല്ലെ? എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്? UN ഡിക്ലെയർ ചെയ്തത് എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു 12, ഓപ്ഷൻ ബിയിൽ പറയുന്നു 2025, ഓപ്ഷൻ സിയിൽ പറയുന്നു 2000 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു 2010. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് വർഷമാണ്? 2012 അല്ലെ? 2012 അല്ലെ ഈ ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഡിക്ലെയർഡ് ബൈ UN എന്ന് ഓർത്തു വെച്ചു. ഓക്കെ, അപ്പൊ അത് ഈ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷന്, അതുപോലെ തന്നെ എന്താണ് പറയുക, കോപ്പറേറ്റീവ് ഡേ, അതൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് കോപ്പറേറ്റീവ് വീക്ക്? എന്ന് മുതൽ എന്ന് വരെയാണ്? നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ്. ഓർത്ത് വെച്ചേക്കുക, നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? നവംബർ 14 മുതൽ നവംബർ 20 വരെ നമ്മൾ എന്തായിട്ട് ആഘോഷിക്കും? സഹകരണ വാരാഘോഷം, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, അതിനെ നമ്മൾ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആചരിക്കാറുണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ആണ്, നിങ്ങൾക്കറിയാമെന്നാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും അത്ര വിശദമായിട്ട് പോകുന്നില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹെഡ് ക്വാർട്ടർ ഓഫ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്. ഇപ്പൊ എന്താണിത്? ഇത് RCMP ആണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഡയറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്സിന് നമ്മൾ എത്ര ടയറിലാണ് പ്രവർത്തിക്കുന്നത്? അവർ 3 ടയറിലാണ് അല്ലെ, 3 തലത്തിലായിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ടോപ്പ് ലെവലിൽ ആരാണ്? അപ്പെക്സ് വരുന്നുണ്ട്. അപ്പെക്സ് ആരാണ്? KCMMF അല്ലെങ്കിൽ മിൽമ എന്ന് പറയാം. മിഡിൽ ലെവലിലാണ് RCMPU, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഏറ്റവും താഴെ തട്ടില് പ്രൈമറി തലത്തിൽ ആപ്കോസുമാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ പറയാം, അതിന്റെ ടോപ്പിൽ അപ്പെക്സ് ലെവൽ, അവിടെ മിൽമ അല്ലെങ്കിൽ KCMMF. സെക്കൻഡ് ലെവലിൽ RCMPU അല്ലെങ്കിൽ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. പ്രൈമറി തലത്തിൽ, പ്രാഥമിക തലത്തിൽ ആപ്കോസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു ടോപ്പില് മിൽമ അല്ലെങ്കിൽ KCMMF, സെൻട്രൽ ലെവലിൽ വരുന്നതാണ് RCMP എന്ന് പറയുക. അപ്പൊ RCMP എന്ന് പറയുന്ന റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് ഓർത്ത് വെച്ച്, അതായത് പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉണ്ടല്ലോ, ഏതാണ്? ആപ്കോസിന്റെ ഒരു ഫെഡറേഷൻ. ആപ്കോസിന്റെ ഏറ്റവും അണ്ടർ ആപ്കോസ് അല്ലേ? അപ്പൊ അവരുടെ ഒരു ഫെഡറേഷൻ ആണ് എന്തെന്ന് പറയുക? RCMPU എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് എത്ര യൂണിയനുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര RCMPU എന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. 3 RCMPU ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ഏതാണ്? തിരുവനന്തപുരം RCMPU അല്ലെ? തിരുവനന്തപുരം RCMPU. രണ്ടാമത് നമുക്ക് എന്താണ്? എറണാകുളം RCMPU. മൂന്നാമത് നമുക്ക് വരുന്നത് എന്താണ്? മലബാർ ആണ് അല്ലെ? മലബാർ RCMPU ആണ് മൂന്നാമത് വരുന്നത്. ഇതിൽ തന്നെ ആദ്യത്തെ RCMPU, ഫസ്റ്റ് RCMPU, ആദ്യമായിട്ട് തുടങ്ങിയ RCMPU തിരുവനന്തപുരത്തെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് എന്താണ്? മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വാസ് ദ ഫസ്റ്റ് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇൻ കേരള. കേരളത്തിൽ ആദ്യത്തെ RCMPU ട്രിവാൻഡ്രത്തെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം അതില് ഈ ട്രിവാൻഡ്രം RCMPUവിന്റെ അണ്ടറിൽ വരുന്നത് ഏത് ജില്ലയിലേക്കാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, 4 സദേൺ ഡിസ്ട്രിക്റ്റിന്റെ ആണെന്ന് വരുന്ന ഓർത്ത് വെച്ച് വെക്കുക. അതിന്റെ പ്രവർത്തന പരിധി കേട്ടോ. അതായത് ഈ 4 ജില്ലകളിൽ നിന്ന് ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. 4 ജില്ലകളാണ് ഈ ട്രിവാൻഡ്രം RCMPUവിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമതുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മലബാർ RCMPU ആണ്. മലബാർ അല്ലെ? മലബാർ RCMPU
ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയൊരു RCMPU ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാമെന്ന് പറയും. മലബാർ RCMPU അത് വളരെ വിശദമായിട്ട് അവരത് പറയുന്നുണ്ട് കേട്ടോ. ദ ലാർജസ്റ്റ് RCMPU ഇൻ കേരള. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ RCMPU 3 വെച്ച് നോക്കുമ്പോൾ അത് മലബാർ RCMPU ആണെന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പം ഈ മലബാർ RCMPUവിന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ, മലബാർ RCMPUവിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെ ജില്ലകളാണെന്ന് ചോദിച്ചാൽ 6 ജില്ലകളാണ് വരുന്നത് മലബാർ RCMPUവിന്റെ. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. ഓക്കെ, ഈ 6 ജില്ലകളിലെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മലബാർ RCMPUവിന്റെ അണ്ടറിലേക്ക് വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി മലബാർ RCMPUവിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. നമ്മുടെ ചോദ്യം തന്നെയാണ്. മലബാർ RCMPUവിന്റെ ഹെഡ് ക്വാർട്ടർ ആണ് നമ്മുടെ ചോദ്യം. ഏതാണ് നമ്മുടെ ഉത്തരവായിട്ട് വരിക? കോഴിക്കോടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. മലബാർ RCMPUവിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? അത് കോഴിക്കോടാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു RCMPU ആണ് കേട്ടോ. ഇനി മൂന്നാമത് വരുന്നത് എറണാകുളം RCMPU ആണ്. ഓക്കെ, അതും 4 ജില്ലകളാണ്. ഏതൊക്കെയാണ്? എറണാകുളം വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്, കോട്ടയം വരുന്നുണ്ട്, ഇടുക്കി വരുന്നുണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് കൊച്ചിയിലാണ്, കൊച്ചി ഇടപ്പള്ളിയിലാണ് ഏതിന്റെ എറണാകുളം RCMPUവിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രത്തോളം നമുക്ക് അവിടെ മനസ്സിലാക്കാനുണ്ട്. ഈ RCMPUവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക, ഓരോന്നും എടുത്തെടുത്ത് പഠിക്കുക. അതിന്റെ ക്ലാസ്സസ് പ്രോപ്പറാണ് നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പഠിക്കുക. ഓരോന്ന് വെച്ച് തന്നെ പഠിച്ച് തന്നെ നമുക്ക് മുൻപോട്ട് പോയെങ്കിലേ കാര്യമുള്ളൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ ഡാഷ് ഓഫ് KCS Act റിലേറ്റഡ് ടു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ആക്ച്വലി കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അതായത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞു സെക്ഷൻ 57C. ഓപ്ഷൻ ബിയിൽ പറഞ്ഞു എന്താണ് സെക്ഷൻ 57B. ഓപ്ഷൻ സിയില് സെക്ഷൻ 62. ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദിസ്. ലോയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവർ ഇവിടെ ചോദിച്ചു, കോർപ്പറേഷന്റെ പാർട്ടിൽ ചോദിച്ചു. അപ്പൊ ഏതാണ് ആൻസർ വരിക? അപ്പോൾ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം സെക്ഷൻ 57B എന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 57B ആണ്. ഇപ്പൊ സെക്ഷൻ 57A എന്തായിരിക്കും? കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57 എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. 57C കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം. 57D എന്താണ്? കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഞാനിപ്പോ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ലോ ഒത്തിരി കയറി വരും. ഞാൻ അതിലേക്ക് പോകേണ്ട, ജസ്റ്റ് ഒന്ന് പേര് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഫണ്ട് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ റെഡീം ചെയ്യാനുള്ള ഫണ്ട് ഏതാണ്? ഓപ്ഷൻ എ സിങ്കിങ് ഫണ്ട്. ഓപ്ഷൻ ബി റിസർവ് ഫണ്ട്. ഓപ്ഷൻ സി ഫ്ലോട്ടിംഗ് ഫണ്ട്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇപ്പൊ ഫണ്ട് ഫോർ ഡിബഞ്ചർ റെഡീം ചെയ്യാനുള്ള ഫണ്ട്. അതിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കാലത്ത് പഠിക്കണ്ടേ അല്ലെ? അത് പഠിച്ചിട്ടല്ലേ ആദ്യം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണല്ലോ നമ്മൾ റെഡീം ചെയ്യുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇത് KS കാർഡുമായി ബന്ധപ്പെട്ടതാണ്. KS കാർഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ KS കാർഡ് ബാങ്ക് നമുക്കറിയാം ലോങ് ടൈം ലോൺ ഇഷ്യൂ ചെയ്യുന്നു അല്ലെ. ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് ലോൺ കൊടുക്കുന്ന അല്ലെ ക്രെഡിറ്റ് കൊടുക്കുന്ന സംഘങ്ങളെ നമ്മൾ നമ്മുടെ നിയമപ്രകാരവും ചട്ടപ്രകാരവും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. റൂള് 15 പ്രകാരം നമ്മൾ 2 ടയറിലാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പക്സിൽ KS കാർഡും പ്രൈമറിയിൽ P കാർഡ്. അപ്പൊ KS കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. KS കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KS കാർഡ് ബാങ്ക് ഫണ്ട് കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് KS കാർഡ് ബാങ്ക് ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അല്ലെ. മലയാളത്തിൽ ഞാൻ പറയും കടപ്പത്രം ഇഷ്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇവർ ഫണ്ട് കണ്ടെത്തുന്നത്. ആര്? KS കാർഡ് ബാങ്ക്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? ഇവിടെ 4 പേരെ കുറിച്ച് പഠിക്കണം. KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി നിൽക്കുന്ന ആരാണ്? അത് ഗവൺമെന്റ് ആണ്. KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ. KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആരാന്ന് ചോദിച്ചാൽ അത് RCS ആണേ. രണ്ടെണ്ണം പഠിച്ച്. അടുത്ത KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന പലിശ നിരക്ക് ഫിക്സ് ചെയ്യുന്ന ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്.
അതുപോലെ തന്നെ KS കാർഡ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ക്ലിയറൻസ് മേടിക്കണം അല്ലെ, ക്ലിയറൻസ് മേടിക്കണം. ആരുടെ കയ്യിൽ നിന്നാണ് ക്ലിയറൻസ് മേടിക്കുന്നത്? നബാർഡിന്റെ കയ്യിൽ നിന്നാണ് ക്ലിയറൻസ് മേടിക്കണം. അപ്പൊ നോക്കിയേ, 4 പേര് ഗവൺമെന്റ്, അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേട്ടോ, RCS, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, 4 പേര് ഇവിടെ ഒരുമിച്ച് ഇടപെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ KS കാർഡ് ബാങ്ക് ഞാൻ പറഞ്ഞു ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, KS കാർഡ് ബാങ്കിന്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ KS കാർഡ് ബാങ്ക് ആക്ടിന്റെ സെക്ഷൻ 3 പറയുന്നുണ്ടെന്ന് കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ചോദിക്കില്ല, ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇവര് 3 ടൈപ്പ് ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുക: ഓർഡിനറി ഡിബഞ്ചർ, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ. ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ 3 തരത്തിലുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഓർഡിനറി ഡിബഞ്ചർ, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ. അപ്പൊ ഈ 3 ഇവർ ഇഷ്യൂ ചെയ്യുമ്പോഴേ ഓർത്ത് വെച്ചേക്കുക. 3 ഇഷ്യൂ ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഇവർ ഇഷ്യൂ ചെയ്താൽ മാത്രം പോലെ ഭാവിയിൽ എന്ത് ചെയ്തിരിക്കണം? ഈ ഡിബഞ്ചർ റെഡീം ചെയ്യണം. ഇത് പൈസ തിരിച്ചു കൊടുക്കണമല്ലോ അല്ലെ? ഡിബഞ്ചർ എന്ത് ചെയ്യണം? റെഡീം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഈ റെഡീം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം, ഇത്ര വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ KS കാർഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? എന്താണ് ഓപ്ഷൻ എ? സിങ്കിങ് ഫണ്ട്. യെസ്, സിങ്കിങ് ഫണ്ട് എന്ന് പറയുക അല്ലെ, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടി KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഫണ്ടാണ്. സിങ്കിങ് ഫണ്ടിന് മറ്റൊരു പേരുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഓർത്ത് വെച്ചേക്കുക. സിങ്കിങ് ഫണ്ടിന് മറ്റൊരു പേരുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നൊരു പേരുമുണ്ട്. ഈ ഫണ്ട് ഇവർ എവിടെ നിന്നാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് PYQ. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എവിടെ നിന്നാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് ലോൺ കളക്ഷനിൽ നിന്നായിരിക്കും. എവിടെ നിന്നാണ്? ലോൺ കളക്ഷൻ, അല്ലെങ്കിൽ പറയാം ലോൺ റിക്കവറി. ലോൺ കളക്ഷൻ അല്ലെങ്കിൽ ലോൺ റിക്കവറി എന്ന് ഓർത്ത് ഇതിൽ നിന്നുമായിരിക്കും. 2 പേരും പറയും കേട്ടോ, ലോൺ കളക്ഷൻ എന്നും പറയും, ലോൺ റിക്കവറി എന്ന് പറയും. ഇതിൽ നിന്നായിരിക്കും ഇവര് സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു 15 ക്വസ്റ്റ്യൻസ് ഏതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട 15 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ ജയലേൺ നിങ്ങൾക്ക് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസും അതിൻ്റെ തനത് ലൈവ് ക്ലാസ്സസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും, ഓക്കെ, അതുപോലെ ഒരു കുട്ടിക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു കോഴ്സാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ഒരു ഫീസിനാണ് നമ്മൾ കോഴ്സ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി 9778285055 നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടി ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് വഴിയും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് പുതിയ ഒരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. കാരണം നമ്മൾ ഡെയിലീസ് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ ഒരു ഫ്രീക്വൻ്റ് ആണ് നമ്മൾ വീഡിയോസുകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.